ഈ വിഷ്വൽ കാണുമ്പോൾ, ഈ ഒരു പീക്ക് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരിക്കും അല്ലേ, ഇത് ഏത് രാജ്യമാണ്, ഇത് എവിടെയാണ് എന്നൊക്കെ ഉള്ളത്. ഇത് വേറെ ഒരു രാജ്യമല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഇത് ഇത്രയും കിടില ഒരു പീക്കുള്ളത്. ഇത് കീഴടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ടിലാണ് ഇതേ നമ്മൾ നിൽക്കുന്നത്. ഇത് എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്രയും കിടിലം വ്യൂ ഉള്ള ഒരു സ്പോട്ട്. എൻ്റെ മുന്നെയാണ് റിസ്ക് കേട്ടോ. നമ്മൾ കുത്തനെ കയറാണ്. ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ കയറി മുകളിലേക്ക് എത്തുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കോ, ഈ സ്റ്റെപ്പ് വഴി കയറാൻ പറ്റുമെന്ന് തന്നെ അത്ഭുതമായിരിക്കും അല്ലേ. നമ്മൾ ഇത്രയും ഹൈറ്റ് നിൽക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ കാറ്റം കൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. കാരണം നമുക്ക് ബാലൻസ് കിട്ടത്തില്ല. ഹെവി ടാസ്ക്കാണ്. ട്രക്കിങ്ങും ക്ലൈമ്പിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണ്. ഇനി നിങ്ങൾ ഹരിഹർ ഫോർട്ടിലൊന്നും പോകണമെന്നില്ല. ഭയങ്കര ഡേഞ്ചറാണ്. വാവ്, രാവിലെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഒട്ടൻചത്രം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ. അതായത് മൗണ്ടൻസും നമ്മുടെ മിസ്റ്റും ഒക്കെ ഇങ്ങനെ കലർന്ന് നിൽക്കുന്ന ഒരു വ്യൂ. അടിപൊളി രാവിലത്തെ കാഴ്ചയാണ്, പൊളിച്ചു എന്ന് പറയാം. അപ്പോൾ ഒട്ടൻചത്രം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആക്ച്വലി ഈ പ്ലേസ് വരുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ ജില്ലയിലാണ്. പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മളെ പളനി എന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇവിടത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഒട്ടൻചത്രത്തിൽ എത്താം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കൊണ്ടരങ്കി മലയ്ക്ക് നമ്മൾ പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഒട്ടൻചത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. ബസ് സ്റ്റാൻഡും ഒക്കെ നല്ല അടിപൊളിയാട്ടോ. അതായത് ഫുള്ള് ഇങ്ങനെ കോടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ്. യെസ്, ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. ഇവിടെ നിന്നുള്ള ഫസ്റ്റ് ബസ് രാവിലെ 6:30ക്കാണ് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊടുമുടി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൊടുമുടിക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ കൊണ്ടരങ്കി മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ബസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഞാനിവിടെ വന്നപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി നമ്മുടെയൊക്കെ നാട്ടിൽ രാവിലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ പോകുമ്പം അവിടെ കൂടുതലും വൈറ്റ് കളർ ജോബ്സ് അല്ലെങ്കിൽ ഈ ഷിഫ്റ്റിനൊക്കെ പോകുന്ന എംപ്ലോയീസ് ആണ് കൂടുതലും കാണാൻ കഴിയുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിപ്പണിക്ക് പോകുന്ന സ്ത്രീകളാണ് ദേ നിരന്നിരിക്കുന്നത്. അതും അല്പം പ്രായമുള്ളവർ. ബസ് സ്റ്റാൻഡ് നിറയെ അവരാണ് കേട്ടോ. ഈ അക്കന്മാരുടെ കൂടെയാണ് ഞാൻ ഇന്നത്തെ യാത്ര എന്ന് പറയാം. ഇവരെല്ലാം നമ്മുടെ കൊണ്ടരങ്കി മലയുടെ അടുത്ത് കൃഷിപ്പണിക്ക് പോകുന്നതാണ്. ഒട്ടൻചത്രത്തിൽ നിന്നും ഏകദേശം 18 കിലോമീറ്ററാണ് കൊണ്ടരങ്കി മലയിലേക്കുള്ള ദൂരം. ഇവിടെ നമുക്ക് 16 രൂപയുടെ ടിക്കറ്റാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാവരും മൂക്കൂത്തിയിട്ടിട്ടുണ്ട്. അതും 2 മൂക്കിലും മൂക്കൂത്തിയിട്ടിട്ടുണ്ട്. നല്ല വലിയ മൂക്കൂത്തിയാണ് കേട്ടോ. കയറി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ ആയിട്ട് കമ്പനിയായി. ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡീസ് ഉള്ള ഈ ബസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് കയറിയ ഫീലായിരുന്നു. ആ കാണുന്നതാണ് നമ്മുടെ കൊണ്ടരങ്കി മല എന്ന് പറയാം. അവിടത്തേക്കാണിത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാ ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ. പ്രത്യേകിച്ച് ഈ ബസ്സിലിരുന്ന് ആ ഒരു വ്യൂ കാണാൻ തന്നെ അടിപൊളി. ആ ഷേപ്പാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയ ഒരു പൂക്കുറ്റിയുടെയൊക്കെ ഷേപ്പ് പോലെ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഈ മലയെ കീഴടക്കാനാണ് നമ്മൾ പോകുന്നത്. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കൊണ്ടരങ്കി മലയുടെ ഏറ്റവും താഴെ നിൽക്കുകയാണ് കേട്ടോ. ബേസിൽ നിൽക്കുകയാണ്. ഇത് എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും വീഡിയോ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. കാരണം എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നാമത് എനിക്ക് കയറാൻ പറ്റുമെന്ന് തന്നെ ഉറപ്പില്ല കേട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് മല കയറി തുടങ്ങാം. നിലവിൽ 2 ക്ഷേത്രങ്ങളായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് മലയടി വാരത്തിലെ കെട്ടിമല്ലീശ്വരൻ ക്ഷേത്രം. അതായത് ദൈവം എപ്പോഴും എല്ലാവർക്കും ഒരു സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. മല കയറി മുകളിലെത്താൻ സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് തൊഴുതിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഇനി മല കയറി മുകളിലെത്തിയാൽ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വയംഭൂവായിട്ട് വന്ന ഒരു ശിവലിംഗമാണ്. അങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കയറിയപ്പോൾ തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കൂട്ടിന് ഒരാളെ കൂടെ കിട്ടി. അദ്ദേഹത്തെ നമ്മളും കൂടെ കൂട്ടി. ജിമ്മി ഒരു പേരൊക്കെ ഇട്ടു കേട്ടോ. ജിമ്മിന്നൊരു പേരൊക്കെ ഇട്ടു.
ഓൾമോസ്റ്റ് നമ്മളൊരു 1250 ഫീറ്റ് ആവാൻ. ഇപ്പോൾ തന്നെ വ്യൂ നോക്കിയാൽ അത്യാവശ്യം നമ്മൾ കുറച്ച് ഹൈറ്റിലായി. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നവംബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാം. അതായത് ഫുൾ ബ്ലൂ സ്കൈ ആയിരിക്കും. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വന്നാൽ താഴെ ഫുള്ള് ഗ്രീനായിരിക്കും. ഭൂമി ഫുള്ള് ഗ്രീനും സ്കൈ ഫുള്ള് ബ്ലൂ ആയിരിക്കും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നതാണ് കേട്ടോ, ഈ ബ്ലൂ സ്കൈ കിട്ടണമെങ്കിലും നവംബർ മാസത്തിൽ പോയി ഫോട്ടോസ് എടുക്കണമെന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഇവിടെ നിന്നപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. എൻ്റെ അമ്മ, മോർണിംഗ് ലൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. കിടിലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ മോർണിംഗ് ഗോൾഡൻ അവർ പീക്ക് ടൈമിലാണ് നമ്മൾ വന്നത്. ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി ലൈറ്റ്. ആ ലൈറ്റൊക്കെ എൻജോയ് ചെയ്ത് നമുക്കിങ്ങനെ മല കയറാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ 1-2 മാസമായിട്ട് ഈ മല സ്ഥിരം കയറി ഇറങ്ങുന്ന ഒരു പുള്ളിയെ പരിചയപ്പെട്ടു കേട്ടോ. പുള്ളി ഗിന്നസ് ബുക്കിന് ട്രൈ ചെയ്യുകയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, எப்படி இருக்கீங்க ப்ரோ? நல்லா இருக்கேன் ப்ரோ. நீங்க எப்படி இருக்கீங்க? நல்லா இருக்குது, நல்லா இருக்குது. 389th day. 389th day. 389th day. 389th day. എൻ്റെ അമ്മ, ഒരു രക്ഷയല്ല കേട്ടോ. 389th ഡേ ആണ്. അതായത് ഒരു വർഷമൊക്കെ കഴിഞ്ഞു പുള്ളി. യെസ്. ഉങ്ങളുടെ പേര് വന്ന്? ദീപക്. ദീപക്. ഉങ്ക ഇൻസ്റ്റാ ഐ ഡി? മിസ്റ്റർ കരികാല സോളൻ 294. ഓ, കരികാല സോളൻ 294. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളി ഗിന്നസ് ബുക്കിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഒരു വർഷമായിട്ട് കയറി ഇറങ്ങിയാണ് എൻ്റെ അമ്മ. എനിവേ ബ്രോ, மீட் பண்ணுறதுக்கு ரொம்ப நன்றி. மறுபடி பார்க்கலாம். ஆல் த பெஸ்ட். ஓகே. என்னோட பேர் வந்து சபரி. சபரி த ட்ராவலர் தான் என்னோட யூடியூப் நேம். சரி, சபரி த ட்ராவலர். കേരളവാ? കേരള. ശരി ബ്രോ, ഓക്കെ. ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ജിമ്മിയെ കാണാനില്ല. നോക്കിയപ്പോൾ ഇത്രയും ഈ സ്റ്റീപ്പായിട്ട് നിൽക്കുന്ന ആ മലയുടെ സൈഡിൽ കിടന്ന് റെസ്റ്റ് എടുക്കുന്ന ആശാൻ. അത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ ആ സൈഡിലൊന്ന് കിടക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഓ മൈ ഗോഡ്, അതെ, ഞാനിങ്ങനെ അറിയാതെ ഇവിടെ ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് എന്തോ ഒരു സൗണ്ട് കേട്ടത്. നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ബാഗും എന്നെയും കൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് മങ്കി ഇറങ്ങി വന്നതാണ്. കുരങ്ങനെ എവിടുന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോവാ. ബാഗ് തുറന്ന് സിബ് തുറന്നിട്ട് സാധനങ്ങൾ എടുക്കാൻ പോവുക. ബാഗ് വലിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എന്നെ കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കുക, എന്നെ അടിക്കാൻ നോക്കുക അവൻ. സോ ഡേഞ്ചറാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ജിമ്മി ചാടി വീണത്. ജിമ്മി ചാടി വീണ് അവൻ ഓടിച്ചു. ഇപ്പോഴേ അവന്മാർ രണ്ടും കൂടെ അവിടെ അറ്റാക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് കേട്ടോ. അതായത് കുരങ്ങന്മാർ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും. തീരെ മനുഷ്യനെ പേടിയില്ല അവർക്ക്. ഓ, എന്തായാലും വല്ലാത്തൊരു ഇൻസിഡന്റ് ആയിപ്പോയി. അതിന്റെ ഒരു ഷോക്കിൽ നിന്ന് നമ്മളിപ്പോഴും മാറിയിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അതായത് ഇനി വീണ്ടും വരുന്നോ എന്നുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ട്രെക്കിങ്ങിന്റെ പാറ്റേൺ അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. ഇനി തികച്ചും നമ്മുടെ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഇനി നമുക്ക് കുത്തനെ ഉള്ള കയറ്റമാണ്. സ്റ്റെപ്സ് ഒക്കെ വളരെ ഡേഞ്ചറാണ്. മല ഇങ്ങനെ നമ്മൾ കുത്തനെയാണ് കാലൊക്കെ എടുത്ത് വെച്ച് കയറാനുള്ളത്. സോ ബി കെയർഫുൾ. എല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയൊരു മിസ്റ്റേക്ക് മതി താഴെ പോകാനായിട്ട്. നമ്മളെ കൊതിപ്പിക്കുകയാണ് കേട്ടോ. കോടമഞ്ഞൊക്കെ മൂടിയിട്ട് നമ്മളിങ്ങനെ കൊതിപ്പിച്ച് കളയാണ്. ഏകദേശം നമ്മൾ മല കയറി ഒരു പകുതിയിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ. ഒരു 1700 അടി ഉയരത്തിലായി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തപ്പം എവിടുന്നോ കുറച്ച് മലയാളി ശബ്ദങ്ങൾ കേൾക്കുന്ന കേട്ടോ. ഞങ്ങളുടെ ഫോളോവേഴ്സാണ്. നമ്മൾ അതൊക്കെ നോക്കി പോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ബ്രോ, എന്താണ് പേര്? പേര് ആഷിദ്. ആഷിദ്. ഓക്കെ. വീഡിയോസ് കാണാറുണ്ടോ? ആ, ഓക്കെ. നമ്മളെ പേര് ജസീം. മലപ്പുറം തന്നെ, പെരിന്തൽമണ്ണ. യെസ്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് നമ്മളെ കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മല കയറാമല്ലേ? ഓക്കെ. എൻ്റെ അമ്മ, ഇവിടെ നിന്നൊക്കെ നമ്മൾ താഴേക്ക് നോക്കിയാണ്ടല്ലോ ശരിക്കും തലറങ്ങും കേട്ടോ. പേടിച്ച് പണ്ടടങ്ങും. ഈ ഹൈറ്റൊക്കെ ഫിയർ ഉള്ളവർ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ബാക്കിലേക്ക് നോക്കരുത്. താഴേക്ക് നോക്കിയാൽ നമുക്ക് തല ഇറങ്ങും. ആക്ച്വലി നമ്മളിപ്പം പകുതി ഹൈറ്റ് പിന്നിട്ടു. ഏകദേശം ഒരു 1800 ഫീറ്റ് എബോവ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി പരിസരങ്ങളിൽ കാണുന്ന മലകളെക്കാളും ഒക്കെ ഹൈറ്റിലായി. നമ്മളെ വിൻമിൽസൊക്കെ എല്ലാം താഴെയായി തുടങ്ങി എന്നുള്ളതാണ്. വിൻമിൽസൊക്കെ ഇപ്പം നമുക്ക് താഴെയായി. നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ വിൻമിൽസൊക്കെ നമുക്ക് എത്തിപ്പെടാത്ത ഹൈറ്റിലായിരുന്നു.
ഇനി ഇവിടുത്തെ സ്റ്റെപ്സിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം സ്റ്റെപ്സ് എല്ലാം നാച്ചുറലി ചെയ്തിരിക്കുന്നതാണ്. പാറ വെട്ടി സംസാരിക്കാൻ പറ്റില്ല, പാറ വെട്ടി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് സ്റ്റെപ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്സിനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. ഒരേ പാറയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റെപ്സ് നിർമ്മിച്ചിരിക്കുകയല്ലേ. സോ അതുകൊണ്ട് തന്നെ സ്റ്റെപ്സിനെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റെപ്പും തമ്മിൽ പെയിൻറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പെയിൻറ്റ് അടിച്ചിരിക്കുന്ന കാരണം നമുക്ക് സ്റ്റെപ്പ് തമ്മിൽ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് കാറ്റിനെയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം വിൻഡ്മിൽസ് നിറയെ ഉണ്ട്. അപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല കാറ്റാവും കേട്ടോ. ഏകദേശം 9:30 കഴിഞ്ഞു, നല്ല കാറ്റടിക്കുക. അപ്പോൾ അനങ്ങാൻ വയ്യാതെ ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുക കേട്ടോ. കാറ്റ് ശരിക്കും ശക്തിയായിട്ട് അടിക്കുമ്പോഴേ നമുക്ക് പേടിയാവും. കാറ്റിൽ സ്റ്റക്കായി ഞാൻ. ഈ കാറ്റൊന്ന് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഒടുക്കത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. നമ്മൾ ഇത്ര ഹൈറ്റ് നിൽക്കുന്ന കാരണം ഇങ്ങനെ കാറ്റം കൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. കാരണം നമുക്ക് ബാലൻസ് കിട്ടത്തില്ല, അതാണ് പ്രശ്നം. ഒന്ന് കാറ്റ് കുറഞ്ഞു നമുക്ക് പെട്ടെന്ന് കയറാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി പാടും. ഈശ്വര, ഇവിടെയൊക്കെ വന്ന് ശക്തിയായിട്ട് കാറ്റടിച്ചാൽ പണി പാടും കേട്ടോ. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ ഫസ്റ്റ് നമ്മൾ വന്ന ബസ്സിൽ തന്നെ വരിക. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്കൊക്കെ ശേഷം കയറാമെന്നുള്ളത് റിസ്ക്കാണ്. കാരണം അപ്പോഴത്തേക്ക് നല്ല കാറ്റടിച്ച് തുടങ്ങും. അപ്പോൾ അധികം ഇരിക്കാതെ പെട്ടെന്ന് തന്നെ കയറുക. നമ്മളൊരു 7 മണിക്കൊക്കെ കയറി തുടങ്ങിയാൽ 7 മണിയാകുമ്പോൾ ബസ് ഇവിടെ എത്തും. 7:15 ആകുമ്പോൾ എത്തും. നമുക്കൊരു 9:30 ആകുമ്പോൾ ടോപ്പിലെത്താൻ പറ്റും. ഞാൻ സേഫായിട്ടുള്ളൊരു സ്ഥലം പിടിച്ചു, ഒരു പാറയുടെ ഇടുക്ക്. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഈ മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിൻ്റെ പകുതിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുകയാണ്. ഇനി ബാക്കി പകുതി കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കണ്ടാൽ നിങ്ങളെ നെഞ്ചൊന്ന് കിടുകിടാ ഇടിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പുകളെന്ന് പറയുന്നത്. ഏകദേശം ഒരു 90 ഡിഗ്രിയിലൊക്കെയാണ് സ്റ്റെപ്പുകൾ നിൽക്കുന്നത്. സോ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ മരണം പല സമയത്തും നമുക്ക് മുന്നിൽ കാണാൻ പറ്റും. ആക്ച്വലി ഹരിഹർ ഫോർട്ടാണ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ട്രെക്കിംഗ് സ്പോട്ട് അല്ലേ. എന്നാൽ ഹരിഹർ ഫോർട്ടിനേക്കാളും ഹൈറ്റിലും അതിനേക്കാളും അഡ്വഞ്ചറുമാണ് ഈ ഒരു മല കീഴടക്കുക എന്നത്. സോ ലൈഫിൽ വലിയൊരു ആഗ്രഹം പകുതി സാധിച്ചിരിക്കുകയാണ്. മലയുടെ പകുതി എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി പകുതി ഇവിടെ കയറാനുണ്ടെന്നുള്ളതാണ്. നമ്മുടെ വില്യം ബ്ലേക്ക് പറഞ്ഞതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കേട്ടോ. അതായത് മനുഷ്യനും മലകളും തമ്മിൽ സംഗമിക്കുമ്പോൾ മഹത്തായത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും അതാണല്ലേ, ഈ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ അതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ മല കീഴടക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വല്ലാത്തൊരു എനർജിയാണ്, വല്ലാത്തൊരു ഫീലാണ് ഇത് കീഴടക്കി കഴിയുമ്പോൾ. ഈ മലയുടെ മുകളിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതും ആ ഒരു കോൺഫിഡൻസ് ആണ്. എന്തിനേയും നമുക്ക് നേരിടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഈ മല കയറി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ മലയുടെ മുകളിൽ എത്തുമ്പോൾ കിട്ടും കേട്ടോ. വാവ്, ഒന്നും പറയാനില്ല കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ മലയുടെ യഥാർത്ഥ ഒരു ഭംഗി മനസ്സിലാക്കണമെങ്കിൽ ഡ്രോൺ തന്നെ വേണം കേട്ടോ. ഡ്രോൺ ഷോട്ട് ഒരു രക്ഷയില്ലെന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ കയറി വന്ന ഒരു സ്ഥലം റിയലൈസ് ചെയ്യുന്നത് ഈ ഡ്രോൺ ഷോട്ടിലൂടെയാണ്. ഇതൊക്കെയാണോ, ഈ വഴിയിലൂടെയാണോ നമ്മൾ കയറി വന്നതെന്നായിരിക്കും ഇത് കയറിയ പലരും ഈ ഡ്രോൺ ഷോട്ട് കാണുമ്പോൾ ചിന്തിക്കുന്നത്. ആക്ച്വലി ഞാൻ തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഡ്രോൺ ഷോട്ട് കണ്ടപ്പോൾ. കാരണം ഡ്രോൺ ഷോട്ടിൽ തന്നെ നമുക്കിത് കാണുമ്പോൾ തല ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നേരിട്ട് ഇവിടെ നിന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. യെസ്, അവിടെ ഏകദേശം ഒരു 2000 ഫീറ്റ് എബോവ് ആയി കേട്ടോ. അപ്പോൾ ഇനി ഫുള്ള് പാറകൾ മാത്രമേ ഉള്ളൂ. പാറകളിലൂടെയാണ് നമ്മൾ കയറുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ 2 സൈഡും കൈവരിയുണ്ട് കേട്ടോ. അത്ര ഡേഞ്ചർ ആയതുകൊണ്ടാണ്. എൻ്റെ അമ്മ ഇവിടെ നിന്ന് താഴത്തേക്കൊക്കെ നോക്കണ്ട കേട്ടോ. പൊട്ടും. ഈ ഭാഗമൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് സ്ലോപ്പാണ് സ്റ്റെപ്പ്.
നമ്മൾ ജസ്റ്റ് ഒരു അശ്രദ്ധ മതി താഴേക്ക് പോവാൻ. അപ്പോൾ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് പിടിച്ചു വരിക. എൻ്റെ അമ്മ, അയ്യോ കമ്പിയൊക്കെ ഭയങ്കര ആട്ടം കേട്ടാ. ഓ മൈ ഗോഡ്. അയ്യോ, മുകളിലോട്ട് നോക്കാത്തതാണ് നല്ലത് കേട്ടോ. എൻ്റെ അമ്മ, താഴെ ശരിക്കും നമ്മൾ ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കെന്നൊക്കെ പറയുന്ന കണക്ക് ഭൂമിക്ക് സ്വർഗത്തിനും ഇടയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ. അയ്യോ, മുകളിലോട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ അമ്മ, മുകളിലോട്ട് ഇനി എന്ത് കയറാൻ കിടക്കുന്നറിയാമോ? എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. യെസ്, കണ്ടോ, ഇതാണ് ഇനി മുകളിലേക്ക് കയറാനുള്ളത്. അതെ, ഇതാണ് താഴ്ഭാഗം. ഇവിടെ നിന്നൊക്കെ കാല് തെറ്റിയുണ്ടല്ലോ. ഇതൊരു ഒറ്റ സ്റ്റോപ്പാണ്. വേണ്ട, നേരെ നമുക്കങ്ങ് താഴെ ചെല്ലാം. ഇവിടെയൊക്കെ മഴ പെയ്ത പണി പാളും കേട്ടോ. കാരണം ഇതിലൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. അപ്പോൾ വെള്ളം മലയുടെ മുകളിൽ നിന്ന് ചീറിപ്പാഞ്ഞ് ഇതിലുവഴിയായിരിക്കും ഒഴുകി പോകുന്നുണ്ട്. ഇവിടേക്ക് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഞാൻ എത്ര ഹൈറ്റ് എന്നുള്ളത് നോക്കട്ടെ. പിടിച്ചൊക്കെ നിൽക്കണം. യെസ്, 2000 ഫീറ്റ് അബോവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 1800 ഫീറ്റ് നമ്മൾ കയറാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പം നൈസായിട്ട് കയറി തുടങ്ങാം. എൻ്റെ ഇനിയാണ് റിസ്ക് കേട്ടോ. നമ്മൾ കുത്തനെ കയറാണ്. താഴേക്ക് നോക്കിയാൽ കിളി പോകും. ഏകദേശം ഒരു 3200 ഫീറ്റ് ആയി കേട്ടോ. ആക്ച്വലി ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് മാറി. അതായത് ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ മലയുടെ പീക്ക് ആയതുകൊണ്ടായിരിക്കും ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി നിൽക്കുക. അതായത് മഞ്ഞ് വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്, ചെറിയ ചാറ്റൽ മഴ വരുന്നുണ്ട്, ദെൻ വെയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ, തിരിഞ്ഞ് നോക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ടുള്ളൊരു ത്വര കിട്ടുന്നത്. ഈ ഭാഗമൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. കാരണം കണ്ടോ, വെള്ളം ഉണ്ടെങ്കിൽ അപ്പം തന്നെയാണ് നല്ല രീതിയിൽ. ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചോളണം. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം വീണിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ചെറിയ വെയിൽ വന്ന് തുടങ്ങി. ഇത്രയും നേരം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. വെയിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. മുകളിലത്തെ ടെമ്പിളിലെത്തിയത് ഈ കാണുന്നതാണ് ഒരു ഗുഹാ ടെമ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ എത്തി. ആക്ച്വലി ഇത് മലയുടെ ഒരു 75% ആയിട്ടുള്ളൂ. ഇനിയും മല കീഴടക്കണമെങ്കിൽ ഒരു 25% കൂടെ കയറണം. അപ്പോൾ നമുക്ക് ഈ ടെമ്പിളിലൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാം. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടുള്ളത് ചങ്ങലയൊക്കെ പിടിച്ച് മല കയറണം കേട്ടോ. അതായത് നമ്മൾ കൊണ്ട് അല്ലാതെ കയറാൻ പറ്റത്തില്ല. സോ അവരൊരു ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പിടിച്ചിട്ട് വേണം മലയുടെ ടോപ്പിലേക്ക് കയറാനായിട്ട്. യെസ് ഫ്രണ്ട്സ്, നമ്മൾ കൊണ്ടരങ്കി മല കീഴടക്കിയിരിക്കുകയാണ്. കൊണ്ടരങ്കി മലയുടെ ഏറ്റവും ടോപ്പിലെത്തി. കുറേ നാളായി മനസ്സിൽ കൊണ്ടു നടന്നൊരു സ്വപ്നം, അങ്ങനെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ദേ സാധിച്ചിരിക്കുകയാണ്. 3825 അടി കീഴടക്കിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൊണ്ടരങ്കി മലയെ കീഴടക്കിയിരിക്കുകയാണ്. കുറേ നാളുകൊണ്ട് മനസ്സിലൊരു ആഗ്രഹം വരുന്ന കേട്ടോ, നമ്മുടെ തമിഴ്നാട്ടിലെ ഈ കൊണ്ടരങ്കി മല ഒന്ന് കയറണമെന്നുള്ളത്. അതിങ്ങനെ കുറേ നാളുകൊണ്ട് കേട്ടിട്ടുണ്ട്. കൊറോണ സമയത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹൈറ്റും. പക്ഷേ എപ്പോഴാണ് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് ആ സ്ഥലം വിചാരിക്കണം നമ്മൾ അവിടെ എത്താനായിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ ഒരു ഭാഗ്യ ദിവസമാണ്.
ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ട്രെക്കിംഗ് സ്പോട്ടുകളിൽ ഒന്നാണ് നമ്മുടെ കൊണ്ടരങ്കി മല എന്ന് പറയുന്നത്. അത് ദേ കീഴടക്കി അതിൻ്റെ മുകളിൽ എത്തി നിൽക്കുകയാണ്. തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ ജില്ലയിലെ ഒഡൻചത്രം താലൂക്കിലാണ് കൊണ്ടരങ്കി മല സ്ഥിതി ചെയ്യുന്നത്. പളനിയിൽ നിന്നും ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് നമുക്ക് ഇവിടത്തേക്ക് വരുന്ന ദൂരം. ഏതൊരു സഞ്ചാരിക്കും ഏറെ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇവിടത്തേക്കുള്ള മല കയറ്റമെന്ന് പറയാം. അത്ര കഠിനമാണ് ഇവിടത്തേക്കുള്ള ഓരോ സ്റ്റെപ്പും. എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ട്രക്കിംഗ് സ്പോട്ടാണ് നമ്മുടെ ഹരിഹർ ഫോർട്ട് അല്ലേ. എന്നാൽ ഹരിഹർ ഫോർട്ടിനേക്കാളും ഉയരം കൂടുതലാണ് കൊണ്ടരങ്കി മലയ്ക്ക്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3825 അടി ഉയരമാണ് കൊണ്ടരങ്കി മലയ്ക്കുള്ളത്. എന്നാൽ ഹരിഹർ ഫോർട്ടിന് വരുന്നത് ഏകദേശം 3676 അടി ഉയരമാണ്. സോ അതുകൊണ്ട് തന്നെ ഹരിഹർ ഫോർട്ടിനേക്കാളും 149 അടി ഉയരമാണ് കൊണ്ടരങ്കി മലയ്ക്ക്. ഒരു കാര്യം ഉറപ്പാണ്, സഞ്ചാരികൾ ഇനി ഇവിടത്തേക്ക് പറന്നിറങ്ങും. ഹരിഹർ ഫോർട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി എല്ലാ സഞ്ചാരികളുടെയും ഒഴുക്ക് ഇവിടത്തേക്കായിരിക്കും. അപ്പോൾ കൊണ്ടരങ്കി മലയിലേക്ക് ട്രൈ ചെയ്യുന്നവർക്ക് 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൊണ്ടരങ്കി മല എന്ന് പറയുന്നത് നമുക്കറിയാലോ 3825 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ്. സോ അത്യാവശ്യം ഫിസിക്കൽ സ്റ്റാമിനയൊക്കെ ഉള്ളവർ മാത്രം ട്രൈ ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ്സോ ഫുഡോ ഒന്നും അവൈലബിൾ അല്ല, വാട്ടർ പോലും അവൈലബിൾ അല്ല. അപ്പോൾ എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾ ഒഡൻചത്രത്തിൽ നിന്ന് ക്യാരി ചെയ്ത് കൊണ്ടുവരിക. മിനിമം നമുക്കൊരു 3 ബോട്ടിൽസ് വാട്ടർ എങ്കിലും വേണ്ടി വരും. ഫുഡ് ചെറിയ സ്നാക്സ് എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരിക. തേർഡ് വൺ എന്ന് പറയുന്നത് ഒട്ടും വേസ്റ്റ് ഇവിടെ ഇല്ല. ഈവൻ ഒരു ചെറിയ പേപ്പർ കഷ്ണമോ വാട്ടർ ബോട്ടിൽസോ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വരുമ്പോഴും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ മല ഇത്രയും നീറ്റായിട്ടിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ കൂടെയാണ്. ടെമ്പിളിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് 8:30 to 11:30 ആണ്. ഇനി